എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം HST സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ് ആണവ നിയന്ത്രണ ഉടമ്പടികൾ, ആയുധ നിയന്ത്രണ ഉടമ്പടികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളിൽ 99% കമൻറ്റുകളും ഇതിൻ്റെ അടുത്ത ഭാഗം സർ വേഗം വേണം എന്നുള്ളതായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്ന കാര്യവുമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ CTBT എന്ന ഒരു ട്രീറ്റിയെക്കുറിച്ചാണ്. കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. HSA സോഷ്യൽ സയൻസിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി CTBT എന്താ? സൈനിക ആവശ്യങ്ങൾക്കോ സിവിലിയൻ ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള എല്ലാ ആണവ സ്ഫോടനങ്ങളും നിരോധിക്കുന്ന ഒരു ബഹുമുഖ ഉടമ്പടിയാണ്. സോ കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ സമഗ്രമായത് എന്നുള്ളത്, വ്യത്യസ്ത ഫേസുകളുള്ളത് എന്ന് ചിന്തിക്കാതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. കാരണം വി ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് വി ഹാവ് ദി ക്വാളിഫിക്കേഷൻസ്. സോ സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ആണവ സ്ഫോടനങ്ങളും നിരോധിക്കുന്ന ഒരു ഉടമ്പടിയാണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി എന്ന് പറയുന്നത്. 1966 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി അംഗീകരിക്കുകയാണ്. അപ്പോൾ CTBT അംഗീകരിക്കുന്നു, കോംപ്രിഹെൻസീവ് ബാൻ ട്രീറ്റി എന്നാണ് അതിൻ്റെ പേര്. സോ ഇതിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ, ആണവ സ്ഫോടനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനം, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഒരു അന്താരാഷ്ട്ര ഡേറ്റാ സെന്റർ, ഇന്റർനാഷണൽ ഡേറ്റാ സെന്റർ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു പരിശോധനാ സംവിധാനം ഈ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു. അതായത് ആണവ സ്ഫോടനങ്ങൾ, ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന ആണവ സ്ഫോടനങ്ങൾ കണ്ടെത്താൻ വേണ്ടി സദാസമയവും പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റവും, അതുപോലെ തന്നെ ആണവ പരിശോധനയും ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഡേറ്റാ സെന്ററും കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയുടെ പ്രത്യേകതയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. സോ ഇത് വളരെ വിശാലമായ, സമഗ്രമായ, ആത്യന്തികമായിട്ടുള്ള ഒരു ബാൻ ട്രീറ്റി ആയിരുന്നു എങ്കിലും പിന്നീട് ഇതിന് വലിയൊരു ശോഷണം സംഭവിക്കുകയും ഇത് ശക്തമായ രീതിയിലേക്ക് നിലവിൽ വരാതിരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇവിടെ നോക്കുക, ഇത് പ്രവർത്തിക്കുന്ന, അതായത് ഇതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് CTBTO എന്ന് പറയുന്നത്. അതായത് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സംഘടനയ്ക്കുള്ള തയ്യാറെടുപ്പ് കമ്മീഷനാണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നതിന് തയ്യാറെടുക്കുന്നതിനും അതിൻ്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുമായി സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഏതെന്ന് പറയുന്നത്, സ്ഥാപനമാണ് CTBTO എന്ന് പറയുന്നത്. CTBTO എന്ന് പറഞ്ഞാൽ CTBTയുടെ കൂടെ ഒരു ഓർഗനൈസേഷൻ്റെ ഓയും കൂടി ചേർത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. 1966 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി അംഗീകരിച്ചിട്ടുള്ള കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ ഇത് നടപ്പിലാക്കുന്നതിനും ഇതിൻ്റെ കൃത്യമായ സ്ട്രക്ചറുകൾ തയ്യാറാക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് കൃത്യമായ രീതിയിൽ CTBTയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച ഈ ഉടമ്പടി 2025 പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഉത്തര കൊറിയ മാത്രമാണ് 21ാം നൂറ്റാണ്ടിൽ ഇത് ലംഘിച്ചത്. ഉത്തര കൊറിയ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഉത്തര കൊറിയ എന്ന് പറയുന്നത് ഒരു ആണവ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിരന്തരം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം.
കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഉത്തര കൊറിയൻ ഏകാധിപതിയുടെ കാര്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ഈ സമീപകാലത്ത് പോലും ഇന്റർനാഷണൽ ഒരു 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 എന്താണ് പറയുന്നത് ഒരു സമ്മിറ്റുമായൊക്കെ ബന്ധപ്പെട്ട് ചൈനയിലേക്ക് ട്രെയിൻ വഴിയൊക്കെ യാത്ര ചെയ്തതായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യവും എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിൽ ഇത് ലംഘിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ഉത്തര കൊറിയയാണ്. അതുപോലെ തന്നെ ഇന്ത്യ സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടില്ല അല്ലെങ്കിൽ അംഗമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇതുവരെ പറഞ്ഞ ഒരു ആണവ നിരോധന ഉടമ്പടികളിലും ഒരു ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ട്രീറ്റികളിലും ബാൻ ട്രീറ്റികളിലൊന്നും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യ അംഗമായിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ 1974 ഒന്നാമത്തെ ആണവ പരീക്ഷണവും 1998 രണ്ടാമത്തെ അണുപരീക്ഷണവും നടത്തി ഒരു ആണവ രാഷ്ട്രമായി മാറാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. സോ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ട്രീറ്റി റിലേറ്റഡ് ടു ദ നോൺ പ്രോളിഫറേഷൻ ന്യൂക്ലിയർ വെപ്പൺസ്. അതുകൊണ്ട് കൃത്യമായും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓർത്തു വെക്കുക. നമുക്ക് രണ്ടാമത് ഇനി പറയാൻ പോകുന്ന മറ്റൊന്ന് പറയുന്നത് ഇവിടെ ഒരു ടോക്സിനെ കുറിച്ചാണ്, ഒരു ചർച്ചയെ കുറിച്ചാണ്. ടോക്സ്, TALKS, ടോക്സ് എന്താണ്? സാൾട്ട് എന്ന് പറയും. എന്താണ്? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് കൃത്യമായി ഓർത്തു വെക്കുക. ഇതിനകത്തില്ല സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്, അതായത് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ഒന്നുകൂടി പറയുന്നു. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ഒന്നുകൂടി പറയുന്നു. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ഒന്നുകൂടി പറയുന്നു. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്താണ്? 1969 നവംബറിലാണ് തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ചർച്ചകൾ എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ഇവിടെ നോക്കുക, ആയുധങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച, സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചർച്ച ആരംഭിക്കുന്നത് 1969 സോവിയറ്റ് യൂണിയൻ നേതാവായിട്ടുള്ള ബ്രെഷ്നേവും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് നിക്സണും മോസ്കോയിൽ വെച്ച് ഈ കരാർ ഒപ്പുവെച്ചു. കാരണം നിങ്ങൾക്കറിയാം, സോ ഈ സാൾട്ടും NPTയും CTBTയും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന സാർട്ടും എല്ലാം ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റീസ് ആണ്. ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ടൈം ഫോർ കോൾഡ് വാർ. ഇറ്റ് വാസ് എ ടൈം ഫോർ കോൾഡ് വാർ പീരീഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനി തകർന്ന് തരിപ്പണമാകുന്നു, ഇറ്റലി തകർന്ന് തരിപ്പണമാകുന്നു, അതുപോലെ തന്നെ ജപ്പാൻ തകർന്ന് നാമാവശേഷമാകുന്നു. അപ്പോൾ ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുന്നു, പ്രാണൻ അറ്റുപോകുന്നു, അതുപോലെ തന്നെ ചേതനേറ്റ ശരീരങ്ങൾ കാണപ്പെടുന്നു. ഇതൊക്കെ കണ്ടതുകൊണ്ടാകാം അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ഇരുധ്രുവങ്ങളായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് ചേരിയും അതുപോലെ തന്നെ USA ക്യാപിറ്റലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ഒരു വലിയ അന്തരം അവിടെ ഉണ്ടാവുകയും ഇവർ തമ്മിൽ ഏത് സമയവും ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്താം എന്നുള്ള ഒരു അങ്കലാപ്പും ലോക ജനതയ്ക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള ട്രീറ്റിയുമായി മുന്നോട്ട് വന്നു. അതിലൊന്നാണ് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്. ഇതൊരു ചർച്ചയാണ്. ആരൊക്കെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് നിക്സണും അതുപോലെ തന്നെ സോവിയറ്റ് നേതാവായിട്ടുള്ള ബ്രെഷ്നേവും മോസ്കോയിൽ വെച്ചാണ് ഇത് ഒപ്പുവെക്കുന്നത്. എന്താണ്? 1972 മെയ് 26 ഈ കരാർ ഒക്ടോബർ 1776 ഈ മെയ് 26 മെയ് 26 ഒപ്പുവെച്ച ഈ കരാർ ഒക്ടോബർ 3 നിലവിൽ വരികയും ചെയ്തു. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം നിയന്ത്രിക്കുക, 2 തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങളെ നിയന്ത്രിക്കുക എന്നീ രണ്ട് ഉടമ്പടികളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം നിയന്ത്രിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് നമ്മുടെ ഈ സ്ലൈഡിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് കൃത്യമായി ഓർത്ത് വെക്കുക. അത് നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് തരാൻ വേണ്ടിയാണ് ആ പോയിന്റ് അവിടെ ഇട്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്? ഫസ്റ്റ് ഒന്നിന്റെ പ്രധാനപ്പെട്ട 2 ഉടമ്പടികൾ എന്താ? നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുക, തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങളെ നിയന്ത്രിക്കുക. അതായത് നമുക്കറിയാം, ജപ്പാനിൽ ആറ്റം ബോംബ് 1945 ഓഗസ്റ്റ് 6-നും 9-നും ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്താണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു.
അത് ആ രാജ്യത്തിൻ്റെ എയർ സർഫസ് ഏരിയയിലേക്ക് പോയിട്ടാണ് ഇത് വർഷിച്ചത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അഗ്നി 5 എന്നൊക്കെ പറയുന്ന മിസൈൽ എന്ന് പറയുന്ന അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റിൽ നിന്നും അടുത്ത കോണ്ടിനെന്റിലേക്കൊക്കെ നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസിനെയൊക്കെ വിക്ഷേപിക്കാൻ പറ്റും. സോ അതൊക്കെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ ആയുധങ്ങളാണ്, ലൈക്ക് മിസൈൽ ടെക്നോളജീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ പ്രതിരോധ ആയുധങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ഫസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. കൂടുതൽ ആക്രമണ ആയുധ വികസനത്തിന് കാരണമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ സംവിധാനങ്ങളുടെ വികസനവും വിന്യാസവും പരിമിതപ്പെടുത്തുക. ദാറ്റ് ഐ ഓൾറെഡി ടോൾഡ് യു ദ ഫാക്ട് റിലേറ്റഡ് ടു ബാലിസ്റ്റിക് മിസൈൽ. സോ അത് കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിനി അടുത്ത് നോക്കാം. രണ്ടാം വട്ട ചർച്ച, അതായത് സാൾട്ട് സെക്കൻഡ്, സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് സെക്കൻഡ്. ഫസ്റ്റ് സാൾട്ട് ഫസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. സോ സെക്കൻഡിലേക്ക് വരുമ്പോൾ 1979 എന്ന വർഷം നിങ്ങൾ കൃത്യമായും ഓർത്തു വെക്കുക. 1972 ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും, അവിടെ ഒരു അധികം വന്നിരിക്കുകയാണ്, ജിമ്മി കാർട്ടറും സോവിയറ്റ് നേതാവായിട്ടുള്ള ബെർഷ്നോവും സാൾട്ട് 2 ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1979 ജൂൺ 18 വിയന്നയിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന എന്ന് പറയുന്നത്. സോ സാൾട്ട് സെക്കൻഡ് തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങൾക്ക് ഈ ഉടമ്പടി നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരു രാജ്യങ്ങൾക്കുമുള്ള തന്ത്രപ്രധാനമായ ആണവ വിതരണ വാഹനങ്ങളുടെ എണ്ണം 2250 പരിമിതപ്പെടുത്തി. ഈ നമ്പേഴ്സൊക്കെ കൃത്യമായി ഓർത്ത് വെച്ചേക്കണം. 2250 എന്താണ് പരിമിതപ്പെടുത്തിയത്? ഇരു രാജ്യങ്ങൾക്കുമുള്ള തന്ത്രപ്രധാനമായ ആണവ വിതരണ വാഹനങ്ങളുടെ, ആണവ വിതരണ വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് മിസൈൽ ലോഞ്ചിങ് അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആണെന്നുള്ള കാര്യം അറിയാം. സോ അപ്പോൾ സാൾട്ട് ഫസ്റ്റും സാൾട്ട് സെക്കൻഡും എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കേണ്ട വസ്തുതയാണ്. അത് ആയുധ നിയന്ത്രണ ചർച്ചകളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു സാധനമാണ് സാർട്ട് ഫസ്റ്റ്. സാർട്ട് എന്ന് പറയും എന്താ? സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. അപ്പോൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. എന്താണ്? കുറയ്ക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി ആണെന്നുള്ള കാര്യം അറിയാം. സോവിയറ്റ് പ്രസിഡന്റ് ഗോർബച്ചേവും US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയർ മോസ്കോയിൽ വെച്ച് ഈ കരാറിൽ ഒപ്പുവെച്ചു. അത് കൃത്യമായും ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. മിഖായേൽ ഗോർബച്ചേവും അതുപോലെ തന്നെ US പ്രസിഡന്റ് ജോർജ് ബുഷും സീനിയറും മോസ്കോയിൽ വെച്ച് ഇത് ഒപ്പുവെച്ചു. 1991 ജൂലൈ 31 ആ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് സൈൻ ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള ഉപരോധായുധങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചു. അതാണ് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി സെക്കൻഡിലേക്ക് നമുക്കൊന്ന് പോകാം. റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിനും US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും ചേർന്ന് 1993 ജനുവരി 3 ഈ കരാർ ഒപ്പുവെച്ചത്. ഓരോ ട്രീറ്റിയുടെയും വർഷങ്ങൾ കൃത്യമായ രീതിയിൽ ഓർത്തു വെക്കുക. അത് സൈൻ ചെയ്തിട്ടുള്ള പ്രസിഡന്റുമാരെയും പ്രൈം മിനിസ്റ്റേഴ്സിനെയും കൃത്യം ഓർത്തു വെക്കുക. അത് സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, അവരുടെ പേരുകൾ, നമ്പേഴ്സ് കൃത്യമായി ഓർത്തു വെക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും കൃത്യമായി ഓർത്തു വെക്കുക. സോ ഇവിടെ പ്രതിരോധ ആയുധങ്ങൾ, ഉപരോധായുധങ്ങൾ, തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ എന്നിവയുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിനും US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും ചേർന്ന് 1993 ജനുവരി 3 ഈ കരാറിൽ ഒപ്പുവെച്ചു. എവിടെ വെച്ചു? മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ചു. എന്താണ്? തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങളുടെ എണ്ണം വീണ്ടും വെട്ടിക്കുറയ്ക്കാൻ ഈ ഉടമ്പടി തീരുമാനിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതാണ് സാർട്ട് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 1972 ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഒന്നാമത്തെ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ? അതായത് എന്താണ്? ദീർഘദൂര മിസൈലുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാൻ ഒരു ഫാക്ട് ഞാൻ പിന്നീട് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പറയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിലൊന്നാണ് അത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ വിരുദ്ധ ട്രീറ്റി എന്ന് പറയുന്നത്. സോ 1972 അംഗീകരിച്ച ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടി എന്നുള്ളത് കൃത്യമായും ഓർത്തു വെക്കുക. സോ 1972 ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടി ഒരു കാരണവശാലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഓർത്തു വെക്കുക. സോ ഇവിടെ ഞാൻ കുറച്ച് ട്രീറ്റീസ് പറയുകയാണ്. നിങ്ങൾ അധിക വായനയ്ക്ക് വേണ്ടി റെഫർ ചെയ്യേണ്ട ചില ട്രീറ്റീസ് ആണ്. അധിക വായനയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യവും അതിൻ്റെ രീതികളുമൊക്കെ പാടെ മാറിയിട്ടുണ്ടെന്നും അതൊരു UPSC നിലവാരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അത്തരത്തിലുള്ള OMRകൾ ഏകദേശം 17 OMR 1700ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. സോ ഇതുകൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെച്ചേക്കുക. ഇവിടെ നോക്കുക, TPNW എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ട്രീറ്റി ആണ്. അതിന്റെ എക്സ്പാൻഷൻ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ്, ക്ലാസ് കണ്ടെത്തിയിരുന്നതിന് മുമ്പ് നിങ്ങൾ കമന്റ് ആയിട്ട് ഈ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കണം ഈ TPNW എന്ന് പറയുന്നത്. സോ ഈ കമന്റ് ആയിട്ട് എഴുതുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും അവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ട് അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് TPNW എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ എന്ന് നിങ്ങൾ എഴുതി വെക്കുക, അതൊന്ന് ജസ്റ്റ് വായിച്ചിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ദ ബയോളജിക്കൽ വെപ്പൺ കൺവെൻഷൻ, ദ കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ, ദ ആന്റി പേഴ്സണൽ മൈൻഡ് ബാൻ കൺവെൻഷൻ, ദ കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻസ്, ദ ആംസ് ട്രേഡ് ട്രീറ്റി, ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റികളും ടോക്സുകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സോ വിജയ സോപാനത്തിലേറി എന്നെങ്കിലും ഈ കൊച്ചു അധ്യാപകനെ കാണുകയാണെങ്കിൽ ആ വിജയം എന്നെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. ഒരുപാട് സ്നേഹം മാത്രമാണ് നിങ്ങളോട്, ഒരുപാട് സ്നേഹം മാത്രമാണ്. എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അത് രാപ്പകലുകളുടെ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.